ബാക്ക് പാക്കർ അരുണിമയെക്കുറിച്ച് എനിക്ക് ഇച്ചിരി കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ബാക്ക് പാക്കർ അരുണിമ യാത്രകൾ ചെയ്ത് ഇങ്ങനെ ഒരു രാജ്യങ്ങൾ തോറും ഇങ്ങനെ പോകും. ശരിയാണ്, നല്ല തൻ്റെ ഇടമുള്ള ഒരു പെൺകുട്ടിയാണ് അരുണിമ. ആദ്യമൊക്കെ ഇതുപോലെ ഈ മാഹീനുമായിട്ടൊക്കെ ഉള്ള യാത്രകളായിരുന്നു. പിന്നെ അതിനുശേഷം അല്ലാതെ എന്തോ പ്രശ്നങ്ങളൊക്കെ ആയി പിന്നെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി. പോകുന്ന വഴിയിൽ ചിലപ്പോൾ കൂട്ടുകാരെ കിട്ടും, അങ്ങനെയൊക്കെ ഉള്ളൊരിതും. അതുപോലെ ടെൻ്റ് അടിച്ച് പല സ്ഥലങ്ങളിലും വഴിയരികയിലും അതുപോലെ കാട് ഏരിയയിലൊക്കെ കിടക്കുന്നുണ്ട്. അതിപ്പോൾ ഏതൊരു പെണ്ണിനെ കൊണ്ടായിരുന്നാലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല. അത്രയ്ക്ക് ധൈര്യശാലിയായ ഒരു പെൺകുട്ടിയാണ്. എന്നിട്ട് അവിടെ ചെന്ന് നിന്നും കൊണ്ട് നല്ല ഫോട്ടോഷൂട്ടുകളൊക്കെ എടുക്കാറുണ്ട് അരുണിമ. അങ്ങനെ ഈ പെൺകുട്ടി യാത്ര ചെയ്ത് ഒരു രാജ്യങ്ങളിൽ ഇങ്ങനെ പോയിട്ട് ചില സമയത്ത് അവിടെ ചെന്ന് നിന്നും കൊണ്ട്, ഇത് പറയാതിരിക്കാൻ വയ്യട്ടോ, അവിടെ ചെന്ന് നിന്നും കൊണ്ട് റീച്ചിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാനായിട്ട് പണം വേണമല്ലോ. അപ്പോഴേ ഈ റീച്ച് കുറയുമ്പോഴത്തേക്ക് വ്യൂ കുറയുമ്പം പണം ഒന്ന് കുറയും. അപ്പം ഈ വ്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ അരുണിമ എന്തോന്ന് ചെയ്യും, അവിടെ എവിടെയും ചെന്ന് നിന്നിട്ട് ഇപ്പം ഈ ഇടയ്ക്ക് വെച്ച് ഒരു വീട്ടുകാരോ വീട്ടിൽ ചെന്ന് 3-4 ദിവസം നിന്ന് 3-4 ദിവസമൊക്കെ നിന്നിട്ട് അവിടെ നിന്ന് ഫുഡും കഴിച്ച് ആ ഒരു ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട ഒരു പാവ മനുഷ്യനായിരുന്നു. അപ്പം അവരുമായിട്ട് പരിചയപ്പെട്ട് അവരെ വീട്ടിൽ അയാൾ വന്ന് എയർപോർട്ടിൽ പോയി വിളിച്ചുകൊണ്ടൊക്കെ പോയതിന് ശേഷം അവിടെ 3-4 ദിവസം നിന്നു. അയാൾ തന്നെ എല്ലാ സ്ഥലങ്ങളും കൊണ്ടുവന്ന് അവിടെയൊക്കെ മൊത്തത്തിൽ കാണിച്ചു. അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അവിടെ കഴിയണമെങ്കിൽ. ഇപ്പം അവിടെ നിൽക്കുന്ന ഒരാളിന് തന്നെ ആ ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു മോളെ വീട്ടിലാണ് ചെല്ലണമെങ്കിൽ ആ നിൽക്കുന്ന അച്ഛനായിരുന്നാലും അവർ വാടക കൊടുത്താണ്, അവിടെ പണം കൊടുത്താണ് അവിടെ നിൽക്കണേന്നാണ് അറിയുന്നത്. വേറെ ഏതോ കൊച്ചുമക്കളോ കൂട്ടുകാരോ അങ്ങനെയൊക്കെ വരുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി ഇറങ്ങി നിന്നും കൊണ്ട് അപ്പം 3 ദിവസം വരെ ഫുഡും കൊടുത്ത് അവരതേ കണക്ക് കൊണ്ട് നടന്ന ഒരു സ്നേഹം പോലും കാണിക്കാതെ ഇവർക്ക് വ്യൂവിന് വേണ്ടി അങ്ങോട്ട് ഇറങ്ങി നിന്നും കൊണ്ട് അവരെ വീടും ഷൂട്ട് ചെയ്ത് അവരെങ്കിലും അപമാനിക്കുന്ന രീതിക്ക് ഈ അരുണിമ നിന്നും കൊണ്ട് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഓരോ ഉടായ്പ അതിലും അരുണിമ വേറെ ഏതോ സ്ഥലത്ത് ചെന്നിട്ട് അരുണിമ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വ്യൂവിന് വേണ്ടിയാണ്, റീച്ചിന് വേണ്ടിയാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അരുണിമ ഒരേ ഉടായ്പാണ്. ഓരോ സ്ഥലത്ത് നിന്നിട്ട് എനിക്കത് സംഭവിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു, ഇരുട്ടാണ്, ഞാൻ കാട്ടിൻ്റെ ഇടയിലാണ്, വേറെ ആരും ഇല്ല, ഒരാൾ മാത്രമേ ആ വീട്ടിലുള്ളൂ, ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു പറയണം. ഇപ്പം കേൾക്കാം. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തെ ആളുകളും ഭയങ്കര സ്നേഹമാണ്. ഏതോ ഒരു കാടിനുള്ളിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്, വില്ലേജ് ഒന്നുമല്ല. ഇതുപോലെ എന്തോ ഒരു സംഭവമൊക്കെ കാണുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലമെന്നാണ് പറഞ്ഞത്. മൊത്തത്തിലൊരു എനിക്ക് എന്താവും അറിയില്ല. അല്ല, അങ്ങനെയുള്ളവരെന്തിനും അങ്ങനെ ഉള്ളിടത്ത് പോണത്? ഈ കമൻ്റ് ഇട്ട് ഒരുപാട് പേര് പറയും അരുണിമ നീ അങ്ങോട്ട് പോവരുത്, അവിടെ അങ്ങനെ ഒറ്റയ്ക്കുള്ള സ്ഥലത്തോട്ടൊന്നും പോവരുത്. അപ്പോഴും മനസ്സിലാക്കിക്കൂടെ എന്തിനാണ്? ഇപ്പോൾ ഒരേ മാസം പൈസ കിട്ടണമെങ്കിലും അതിന് നല്ല വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കും. അപ്പോഴെന്തോന്ന് ചെയ്യണം? റീച്ചിന് വേണ്ടിയിട്ട് അരുണിമ ചെയ്യണ പണിയാണെന്നറിയാം. ഈ ഒരു വീട്ടിലാണ് വന്നിട്ടുള്ള കേട്ടോ. അവിടെ ആരുമില്ല, ചുറ്റും കാടും ഫോറസ്റ്റും മൗണ്ടെയിനും നല്ല തണുപ്പും. നമുക്ക് ആ ഒരു മൗണ്ടെയിൻ കണ്ടോ ഫുള്ള്. നാളെ ഞാൻ പോകാൻ പോകുന്ന മൗണ്ടെയിനെല്ലാം ഞാൻ കയറി ചെല്ലാണ്. ഞാൻ ചോദിക്കട്ടെ, ആ ആള് നല്ലതുപോലെ വഴിയിൽ വെച്ച് കണ്ടത് രാത്രിയായി. ഇപ്പം സാധാരണ പോകും കണക്ക് ഒരു വണ്ടിയിൽ ചാടിക്കയറി, അങ്ങനെ ഇയാൾ നല്ല മനുഷ്യനായതുകൊണ്ടാണ് അയാൾ കൊണ്ടുപോണത്. അയാളെ മുന്നിലിരുത്തിയാണ് പറയണത്. അവർ വേറെ ഭാഷയാണ്, അതുകൊണ്ട് അയാൾക്ക് മനസ്സിലാവില്ല. ഇവളെന്തരക്കെ ബ്ല പറയണമെന്ന് മനസ്സിലായി. അയാൾക്ക് ഭാഷ അറിയാത്തത് കൊണ്ട് മിണ്ടാതെ ഇരിക്കുകയാണ്. എന്നിട്ട് പോയിട്ട് ഇയാളെ കൂടെ പോയിട്ടാണ് ഇരുന്ന് കുറ്റം പറയണത്. വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കറണ്ടൊന്നുമില്ല. ഫോണൊക്കെ ഞാൻ ഇന്ന് ചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നോക്ക്, മറ്റേ ലൈറ്റ് ഉണ്ടല്ലോ, ഒരുമാരത്തെ ടൈപ്പ് ലൈറ്റ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. സ്ഥലമൊക്കെ ഉണ്ട് കിടക്കാൻ. ആളൊറ്റക്കാണ്. ഇവിടെയും ഒരു ബെഡ് ഉണ്ട്, മുകളിൽ 2 റൂമുണ്ട്. അപ്പൊ അതുകൊണ്ട് കിടക്കാനൊക്കെ സ്ഥലമുണ്ട്. ഇവിടുത്തെ വ്യൂ ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ്. കണ്ടോ, ഇങ്ങോട്ട് നോക്കി മൗണ്ടെയിൻസ് എല്ലാം ആയിട്ട് നല്ല പക്ഷേ ഇരുട്ടായോണ്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഈ കാണുന്നതാണ് കേട്ടോ ബാത്റൂമൊക്കെ. ഇവിടെയൊക്കെ പൊടി പിടിച്ച് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്ന ആൾ ഇങ്ങോട്ട് അധികം വരാറൊന്നും ഇല്ലാന്ന് കേട്ടോ. കറണ്ടും ഇല്ല, ഒന്നുമില്ല, എപ്പോഴെങ്കിലും വരുന്നതായിരിക്കും.
അതുകൊണ്ട് ഇങ്ങനെ കിടക്കൂലല്ലോ കറണ്ട് ഒന്നും ഇല്ലാണ്ട്. ഞാനിത് ഈ ഒരു റൂമിലാണ് കേട്ടോ കിടക്കുന്നത്. ഇതാണ്ടോ മരം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീടാണിത്. അധികം അവരിവിടെ ഒന്നങ്ങനെ കിടക്കാറില്ല എന്ന് തോന്നുന്നുണ്ട്. ഇത് മുകളിലാണ് കേട്ടോ. കർട്ടനൊക്കെ ഉണ്ട്, കാണാനൊക്കെ അടിപൊളിയാണ്. പേടി തോന്നുന്നുണ്ട് ചെറുതായിട്ട്, കാരണം ഫുള്ളൊരു കാട്. അതിൻ്റെ നടുവിൽ ഞാൻ നെറ്റ്വർക്കില്ല, കറണ്ടില്ല, ഒന്നുമില്ല. ഞാൻ ഭയങ്കര തണുപ്പും പുതപ്പൊക്കെ ഉണ്ട്, 2-3 കട്ടിയുള്ള പുതപ്പൊക്കെ. എന്നാലും എന്തോ പെട്ടെന്ന് ആ ആള് മാത്രമുള്ളൂ, വേറെ ആരുമില്ല. ആളെന്താ പറയുന്നത് ഏതാ അങ്ങനെയൊന്നും അറിയില്ല. ഞാൻ എന്റെ വലിയ ബാഗ് താഴെ വെച്ചിട്ട് ഇത് 2 ബാഗ് ഞാൻ ഇവിടെ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ വൈഫൈ കാര്യങ്ങളൊന്നുമില്ല, ഇലക്ട്രിസിറ്റി ഇല്ലേ പിന്നെ വൈഫൈ ഉണ്ടാവില്ലല്ലോ. എന്തായാലും എൻ്റെ ഡാറ്റ കുറച്ചുണ്ട്, അത് ഉപയോഗിക്കാം കുറച്ചു നേരം, പെട്ടെന്ന് കിടന്നുറങ്ങാം. ആദ്യം പറഞ്ഞ് നെറ്റ്വർക്ക് ഇല്ലെന്ന്, ഇപ്പൊ പറയുന്ന നെറ്റ്വർക്ക് കിട്ടുന്നുണ്ട്, ഡാറ്റ ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ടെന്ന്. രാവിലെ 5:30 ഇവിടുന്ന് ഇറങ്ങാന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അപ്പൊ 5 മണിയാകുമ്പോ രാവിലെ എണീക്കണം. സാധാരണ എനിക്ക് അങ്ങനെ പേടി തോന്നാറില്ല, എവിടെയെങ്കിലും കാട്ടിലാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും. ഇപ്പൊ ഒരാളുടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഞാനിങ്ങനെ നിൽക്കുന്നൊന്നും പേടി തോന്നാറില്ല. സുരക്ഷയായിട്ട് ഒരു റൂമിനകത്ത് കതവും അടച്ച് കിടക്കണം, നല്ല സുരക്ഷയുള്ള ഒരു വീട് നമ്മൾ കണ്ടതാണ്. ആ സുരക്ഷയുള്ള ഒരു വീട്ടിലോ അയാൾ ഒറ്റയ്ക്കാണ് എന്ന് പറയുന്നു. അയാൾ കൂടെ വണ്ടിയിൽ നിന്ന് അവിടെ എത്രയും ദൂരം വരെ ആ വീട്ടിൽ കൊണ്ടുവന്നത് വരെ വേണമെങ്കിൽ അയാൾക്ക് ആ വണ്ടിയുടെ അകത്തിട്ടേന്ന് എന്തെങ്കിലും ചെയ്യും. ഇതൊന്നും സംഭവിച്ചില്ല. ആ പാവം മനുഷ്യയെ ആ വീട് വരെ കൊണ്ടുവന്ന് എത്തിച്ച് റൂമുകളും തുറന്നു കൊടുത്തു, മുകളിലത്തെ നിലയും കാണിച്ചു കൊടുത്തു, ഇതെല്ലാം ചെയ്ത് കിടക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. എന്നിട്ട് പറയണേട്ടാ ഇതല്ലേ ഓടിച്ചുണ്ടല്ല. മൊത്തത്തിലൊരു പറയേണ്ടത് എനിക്കറിയുന്നില്ല, ഭയങ്കര സൗണ്ടും. പുള്ളി പറഞ്ഞു ഭാര്യയ്ക്ക് അറിയില്ല ഞാനിവിടെ താമസിക്കുന്നത്, ഭാര്യയോട് പറഞ്ഞ പ്രശ്നമാവെന്നൊക്കെ പറഞ്ഞു. സാധാരണ ഇവിടുത്തെ പിന്നെ അങ്ങനെയല്ലേ ഈ പാതിരാത്രിയൊക്കെ ഒരു പെണ്ണിനെ വഴിയിൽ നിന്ന് കിട്ടി കൊണ്ടുവന്ന്, ചിലപ്പോൾ നല്ല മനുഷ്യനായോണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിന് പറയണ കണ്ടില്ലേ, അയ്യോ അതിന് പറയണ ഭാര്യയ്ക്ക് അറിഞ്ഞൂടാ. അത് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഭാര്യയ്ക്ക് അറിഞ്ഞൂടാ, പാതിരാത്രിയൊക്കെ ഒരു പെണ്ണിനെ ഇങ്ങനെ കൊണ്ടുവന്ന് കയറ്റണം എന്ന് പറഞ്ഞാൽ ഏത് ഭാര്യമാരായാലും ചൂടാവും. അതുകൊണ്ട് ഭാര്യയ്ക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. അത് ശരി തന്നെ. അങ്ങനെയൊന്നുമില്ല, ഇല്ല എല്ലാവരോടും പറയുന്ന ഇതെന്താ പ്രശ്നമൊന്നുമില്ല. ഇവിടെ 3 റൂമുണ്ട്, പുള്ളി അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത്, ഞാൻ ഇപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത്. അപ്പം എന്തിനാ പുള്ളി അങ്ങനെ പറഞ്ഞതെന്നൊക്കെയുള്ളതാണ് എൻ്റെ സംശയം. എന്നിട്ട് പുള്ളി പറഞ്ഞു ഗോഡിൽ ബിലീവ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ സേഫാണെന്നും പറഞ്ഞു. അതിനുശേഷം എനിക്കാകെ കൺഫ്യൂഷനായി, ഡബിൾ മൈൻഡായി, ഭയങ്കര എന്താ പറയേണ്ടതറിയില്ല. അവിടെ തോർത്തിയും ഒരു ഇത് ഇരിക്കുന്നുണ്ടായി, ഞാൻ കഴിച്ചില്ല. അതിൽ ഈച്ചയ്ക്ക് ഇരുന്ന് പ്രാണിയൊക്കെ ഇരിക്കുന്നു. ഇതിൻ്റെ അപ്പുറത്തെ ചത്ത് കിടക്കണ പോയി തിന്നിരിക്കണം പോണ വഴിക്ക്, കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് കഷ്ടം ഫുഡ് കൊടുത്തപ്പോൾ അതിൽ ഈച്ച പറ്റിയിരിക്കുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, ഇവിടെ വീഡിയോകളൊക്കെ ഞാൻ കാണുമായിരുന്നു ഈ അരുണിമേര. പക്ഷേ എന്തെല്ലാം ചീഞ്ഞ ഫുഡ് വരെ വാരി തിന്നിട്ടുണ്ട്, വൃത്തിയില്ലാത്തടത്തുനിന്ന് തിന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം പറയണ ആ മനുഷ്യൻ കൊണ്ട് വെച്ചാൽ ഈച്ച ഇരിക്കണം. അത് കഴിച്ച് ഇനി അസുഖം പിടിപ്പിക്കണ്ടല്ലോ. പട്ടിണി കിടന്നാലും കുഴപ്പമില്ല. ചൂടായിട്ടാണെങ്കിലും ഫുഡ് കിട്ടിയിട്ട് അത് കൊളായിട്ടാണെങ്കിലും ലിഫ്റ്റ് ഇട്ടാണ്ട് കുറെ നടന്നിട്ടാണെങ്കിലും ഇത് മൊത്തം ഡാർക്കായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഭയങ്കര സൈലന്റ് അവിടെ, ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂല. ഭയങ്കര ഇതായിട്ടാണത്. ഞാൻ അതേ ഡ്രസ്സിൽ അങ്ങനെ ഉറങ്ങാണ്. രാവിലെ എന്തായാലും 5 മണിക്ക് എണീച്ചപ്പോഴല്ലേ, തണുപ്പുമാണ്, അതുകൊണ്ട് കുളിക്കേണ്ട ആവശ്യമില്ല. രാവിലെ അങ്ങനെ ഒന്ന് പെട്ടെന്ന് രാവിലെ 5 മണിയായിട്ട് എണീച്ച് പോയാൽ മതിയായിരുന്നു. ഇതിനൊക്കെ പറഞ്ഞേ റീച്ച് കിട്ടുള്ളൂ. അപ്പോഴേ ഈ പെൺകുട്ടി അരുണിമ ഇത് കൂടെ കൂട്ടി 2ാമത്തെ വീട്ടിൽ ചെന്ന് നിന്നിട്ടാണ് അവരെ അപമാനിക്കുന്നതൊക്കെയാണ് ഈ പറഞ്ഞിരിക്കണം. ആദ്യം ഒരു വീട്ടിൽ ചെന്ന് ഇങ്ങനെ കാണിച്ചു, ഇപ്പോൾ 2ാമത്തെ വീട്ടിൽ ചെന്ന് അയാളെയും കാണിച്ചു. ഇവർക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയത് 100K ആണ്, 2.1K ലൈക്കും കിട്ടി. അപ്പം ഈ വ്യൂവിന് വേണ്ടിയാണ് ഈ അരുണിമ ഇത്രയും കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും സേഫ് ആണെന്ന് വിചാരിക്കാം. കിടക്കുന്നുണ്ട് ഞാൻ. എന്തായാലും എന്തോ ഒരു നെഗറ്റീവ് പോലൊക്കെ ഉണ്ട്, കുറച്ച് ഡാർക്കായിട്ടുണ്ട്. എന്തായാലും ഞാൻ കിടന്നുറങ്ങാൻ വേണ്ടി
ശ്രമിക്കാൻ പോവാണ് ശ്രമിക്കുകയാണ്. അതിനുശേഷം അടുത്ത വീഡിയോ ഇട്ട് അവൾക്കൊന്നും സംഭവിച്ചിട്ടില്ല. അതിന് പറയണ കേട്ടാ തോന്നും ഓ അവൻ കയറി ആ അപ്പൂപ്പമ്മ അയാൾ മാത്രം, അപ്പൂപ്പനല്ല അയാൾ മാത്രമേ ഉള്ളൂ, ഭാര്യയില്ല, ഭാര്യ വേറെ എവിടെയാണ്, അയാൾ എന്തോന്ന് ചെയ്ത് അവളെ തിന്നാ അല്ല വേറെ വല്ലതാ ചെയ്താ, ഒന്നും ചെയ്തില്ലല്ല. പിറ്റേന്ന് നല്ലതുപോലെ ആ ഡ്രസ്സ് ഇട്ട് അവൾ അടുത്ത വീഡിയോ പിടിച്ച്. ഇതാണ് പറയണ അവളെ കള്ളത്തര. ഇതിൽ നിന്ന് 100K കിട്ടുകയും ചെയ്തു. അടുത്ത വീഡിയോ ഇട്ടതിൽ 13 മണിക്കൂർ കൊണ്ട് 31K കിട്ടിയുള്ളൂ. മറ്റേ വീഡിയോ ഇട്ട് ഒരു ദിവസം കൊണ്ട് അവൾക്ക് 100K കിട്ടിക്കഴിഞ്ഞു. മണിക്കൂറുകൾ കൊണ്ട് ഉള്ള വീഡിയോ അങ്ങ് റീച്ച് ആയിക്കൊണ്ട്. അരുണിമേ നീ പറയുമ്പം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിൻ്റെ ഈ ഉടായ്പ ഒരേ സ്ഥലത്ത് ചെന്ന് നിന്ന് അവരെ പറഞ്ഞ് കുറ്റം പറഞ്ഞാൽ മാത്രമേ നിനക്ക് റീച്ച് കിട്ടുള്ളൂ. ഇതിന് വേണ്ടിയുള്ള അടവാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഇനി ഇതൊന്നും അങ്ങ് നിർത്തലാക്കുക. നിൻ്റെ വീഡിയോ കാണാൻ നമ്മൾ എന്തായാലും ആളുകൾ കയറി കമൻ്റ് ഇടാൻ വന്നാലും നിനക്ക് വ്യൂ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിങ്ങനെ അങ്ങ് നിർത്തലാക്കുക. ആളുകളെ കുറ്റം പറഞ്ഞ് അവരെയൊക്കെ വീട്ടിൽ പോയി അതും ഇത് നിന്നിട്ട് ഈച്ച ഇരിക്കണം, പല്ലി ഇരിക്കണം, പുഴു ഇരിക്കണം. നീ പല്ലിയും പുഴുവിനെയും പാമ്പിനെയും വരെ തിന്നിട്ടുണ്ട്. എലി ചത്ത് കിടക്കണേനെ പോയി പിടിച്ചു വെച്ച് കണ്ടിച്ച് വെച്ച് കൊടുത്തതാണ്. പിന്നെ എന്തിനാണ് കള്ളത്തരം പറയണത്? ഇതൊക്കെ കണ്ടാൽ പിന്നെ പറയാതിരിക്കണ ശരിയല്ല.